സ്റ്റോറി ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈം വിത്ത് എസ്കിഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുരങ്ങൻ്റെയും മുതലയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ഒരു കാട്ടിൽ ചിണ്ടൻ എന്നു പേരായ ഒരു കുരങ്ങൻ ഉണ്ടായിരുന്നു. നിറയെ അത്തിപ്പഴങ്ങൾ ഉള്ള ഒരു മരത്തിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. അതിൻ്റെ അടുത്തായുള്ളൊരു നദിയിലാണ് കണ്ടൻ മുതലയും ഭാര്യയും താമസിച്ചിരുന്നത്. ഒരു ദിവസം മുതല ആ വഴി പോകുമ്പോൾ അത്തിമരം കണ്ടു. നല്ല പഴുത്ത പാകമായ പഴങ്ങൾ കണ്ടിട്ട് അവന് കൊതിയായി. ആ സമയം ചിണ്ടൻ കുരങ്ങൻ മരത്തിലിരുന്ന് ആസ്വദിച്ച് അത്തിപ്പഴം തിന്നുകയായിരുന്നു. മുതലച്ചർ മരത്തിൻ്റെ അടിയിൽ നിന്നും ചോദിച്ചു, എടാ കുരങ്ങ, ഈ അത്തിപ്പഴം കണ്ടിട്ട് വല്ലാതെ കൊതിയാകുന്നു. എനിക്കൊരു കുല താഴേക്ക് ഇട്ട് തരാമോ? കുരങ്ങൻ പറഞ്ഞു, അതിനെന്താ, തരാമല്ലോ. അങ്ങനെ പറഞ്ഞ് കുരങ്ങൻ ഒരു കുല അത്തിപ്പഴം അവന് താഴോട്ട് ഇട്ടുകൊടുത്തു. മുതല വേഗം അവ തിന്നു. ആഹാ, എന്തൊരു രുചി! അവന് പഴങ്ങൾ വളരെ ഇഷ്ടമായി. അവൻ കുരങ്ങനോട് പറഞ്ഞു, നന്ദി കൂട്ടുകാരാ, ഇത്ര രുചിയുള്ള പഴം ഞാൻ മുൻപ് കഴിച്ചിട്ടില്ല. നാളെയും വരാം. അങ്ങനെ പറഞ്ഞ് മുതല തിരിച്ചുപോയി. മുതല പിറ്റേ ദിവസവും വന്ന് അത്തിപ്പഴം ചോദിച്ചു. പിന്നെ ഇതൊരു പതിവായി. പതിയെ അവർ കൂട്ടുകാരായി മാറി. ഒരു ദിവസം കുരങ്ങൻ മുതലയുടെ ഭാര്യയ്ക്ക് കൊടുക്കാനായി ഒരു കുല അത്തിപ്പഴം കൊടുത്തു. മുതല അത് ഭാര്യയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പഴം കഴിച്ചു നോക്ക്, നല്ല രുചിയുള്ള പഴമാണ്. ഇതാണ് അത്തിപ്പഴം. എൻ്റെ കൂട്ടുകാരൻ ചിണ്ടൻ കുരങ്ങൻ തന്നതാണ്. ആണോ? ശരി, കഴിച്ചു നോക്കട്ടെ. ഭാര്യ കൊതിയോടെ പഴങ്ങൾ കഴിച്ചു. അതിന് വളരെ ഇഷ്ടമായി. ഭാര്യ പറഞ്ഞു, നല്ല രുചി! ഇത്ര രുചിയുള്ള അത്തിപ്പഴങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിന് അപ്പൊ എന്ത് രുചിയായിരിക്കും. എനിക്ക് അവന്റെ ഹൃദയം തിന്നണം. ഇത് കേട്ട് മുതല ഞെട്ടി. എന്ത്? അവൻ എന്റെ ചങ്ങാതിയാണ്. നീ ദുഷ്ടത്തരം പറയരുത്. പറ്റില്ല, എനിക്ക് അവന്റെ ഹൃദയം കിട്ടിയേ പറ്റൂ. അതില്ലാതെ ഇനി നിങ്ങൾ എന്നോട് മിണ്ടണ്ട. മുതലച്ചാർ ആശയക്കുഴപ്പത്തിലായി. ഭാര്യ വീണ്ടും വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം മുതല സമ്മതിച്ചു. പിറ്റേ ദിവസം മുതല കുരങ്ങനെ കണ്ടു പറഞ്ഞു, എടാ ചിണ്ട, എന്റെ ഭാര്യ നിന്നെ ഇന്ന് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. നീ അവൾക്ക് എല്ലാ ദിവസവും അത്തിപ്പഴം കൊടുക്കുന്നതല്ലേ? അവൾക്ക് നിന്നെ കാണാനും വിരുന്ന് തരാനും ആഗ്രഹമുണ്ട്. നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുമോ? കുരങ്ങൻ പറഞ്ഞു, എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. അപ്പോൾ മുതല പറഞ്ഞു, അതിന് ഒരു വഴിയുണ്ട്. നീ എൻ്റെ പുറത്ത് കയറിയിരുന്നാൽ മതി. ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. കുരങ്ങൻ സമ്മതിച്ചു. ചിണ്ടൻ കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്നു. മുതല കുരങ്ങനെയും കൊണ്ട് നദിയിലൂടെ യാത്ര തുടങ്ങി. പാതി വഴിയായപ്പോൾ മുതല പറഞ്ഞു, എടാ കുരങ്ങ, നിന്റെ ഹൃദയം തിന്നാനാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഭാര്യ നിന്റെ ഹൃദയം തിന്നാൻ കാത്തിരിക്കാണ്. പാവം കുരങ്ങച്ചൻ ഞെട്ടിപ്പോയി. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചപ്പോൾ അവന് ഒരു ഭയം തോന്നി. അവൻ പറഞ്ഞു, ഇത് നേരത്തെ പറയണ്ടേ? ഹൃദയം ഞാൻ എടുക്കാൻ മറന്നു. അത് ഞാൻ അത്തിമരത്തിൻ്റെ പൊത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ ഭാര്യയ്ക്ക് ഹൃദയം കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്ക് തിരിച്ചുപോയി എടുത്തിട്ട് വരാം. മുതല കുരങ്ങനെയും കൂട്ടി വേഗം തിരിച്ച് അത്തിപ്പഴത്തിൻ്റെ അരികിലെത്തി. കുരങ്ങൻ വേഗം ചാടി മരത്തിൻ്റെ മുകളിലെത്തി. എന്നിട്ട് ദേഷ്യത്തോട് പറഞ്ഞു, മണ്ടൻ മുതല, ഹൃദയമില്ലാതെ ആർക്കേലും ജീവിച്ചിരിക്കാൻ സാധിക്കുമോ? നീ ഒരു ചതിയനാണ്. നീ ഇനി എന്റെ ചങ്ങാതിയല്ല. ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടു പോവരുത്. ആ ചതിയൻ മുതല വേഗം അവിടെ നിന്ന് തിരിച്ചുപോയി. പിന്നീട് ഒരിക്കലും അവൻ അത്തിപ്പഴം അന്വേഷിച്ചു വന്നില്ല. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു.
എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കൂട്ടുകാർക്കറിയാമോ? സ്റ്റോറി ടൈം വിത്ത് SK എന്നുള്ളതിൻ്റെ അടുത്തായി സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണിച്ച ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ ചാനലിലെ എല്ലാ കഥകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും അടുത്ത കഥയിൽ കാണാം.